വൈകാതെ മഞ്ഞുരുകി. സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങളൊക്കെ മാറി. സഞ്ജു സാംസൺ ഇതാ കേരള ക്രിക്കറ്റ് ലീഗ് KCL കളിക്കാൻ ഒരുങ്ങുന്നു വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതാ ഇന്ന് ലേലം നടക്കുകയാണ്. ലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സഞ്ജു സാംസണിനെയും ജലക് സക്സേന, വിഷ്ണു വിനോദ് പോലുള്ള താരങ്ങളെ ഏതായാലും ലേലത്തിൽ പല പ്രമുഖ ടീമുകളും പിടിച്ചു. ഇതിൽ ഏതായാലും പ്രേക്ഷകരും മറ്റുള്ള ക്രിക്കറ്റ് ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ റെക്കോർഡ് തുകയ്ക്കാണ് ഒരു ടീമിന് ചെലവാക്കാവുന്ന മാക്സിമം എമൗണ്ടിന്റെ പകുതിയിലേറെ തുകയ്ക്ക് സഞ്ജു സാംസൺ വിറ്റുപോയിരിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 50 ലക്ഷമാണെന്ന് തോന്നുന്നു. ഒന്ന് കൺഫേം ചെയ്യുക. ചിലപ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റായിരിക്കാം. സഞ്ജുവിനെ പക്ഷെ സ്വന്തമാക്കിയിരിക്കുന്നത് 26,80,000 രൂപയ്ക്ക് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് ആണ്. അതെ, ഈ KCL ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന സഞ്ജു സാംസണും നമ്മുടെ ജലക് സക്സേന, അദ്ദേഹം കേരള രഞ്ജി ക്രിക്കറ്റ് ടീം താരമാണ്. പക്ഷെ മധ്യപ്രദേശിന് വേണ്ടിയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. 2016 മുതൽ കേരളത്തിന് വേണ്ടി കളിക്കുന്നു. പിന്നെ മറ്റൊരു IPL താരമായ നമ്മുടെ വിഷ്ണു വിനോദാണ് പിന്നെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു മികച്ച റെക്കോർഡ് തുക സ്വന്തമാക്കിയ മറ്റൊരു താരം. ഏതായാലും സഞ്ജുവിന് വേണ്ടി ട്രിവാൻഡ്രം റോയൽസ്, അതായത് അദാനിയുടെ ട്രിവാൻഡ്രം റോയൽസും തൃശൂർ ടൈറ്റൻസും തമ്മിൽ വാശിയേറിയ ഒരു പോരാട്ടത്തിനൊടുവിലാണ് അവസാനം തൃശൂർ ടൈറ്റൻസും കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിനൊടുവിൽ 26,80,000 രൂപയ്ക്ക് സഞ്ജു സാംസനെ, ഇന്ത്യൻ ഇന്റർനാഷണൽ താരം സഞ്ജു സാംസനെ KCL വേണ്ടി കളിക്കുവാൻ, അതായത് നമ്മുടെ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നതാണ്. വാർത്തയാണ് ഈ ഒരു സമയത്ത് സ്പോർട്സ് പേജുകളിൽ നിറയുന്നത്. ആ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നുള്ളൂ. ഏതായാലും ഇത് കേരള ക്രിക്കറ്റിന് വളരെയേറെ മികച്ച ഗുണമാണ്. അതായത് കേരള ക്രിക്കറ്റിന് കുറച്ചുപേർ കൂടി കാണുവാൻ, സഞ്ജു ആരാധകർ കൂടി കാണുവാൻ ഇത് തയ്യാറാകും എന്ന് ഉറപ്പാണ്. ക്രിക്കറ്റിന് വളർച്ചയ്ക്ക് ഒരു ഗുണമേകും എന്ന് തന്നെ തീർച്ചയായും ഉറപ്പാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു ചെറിയ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായാലും ക്ഷമിക്കുക, സഭ്യമായ കമന്റുകൾ ഇടുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.